നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് വിദേശത്തേക്ക് കടന്ന പ്രതിയെ ചാലിശ്ശേരി പോലീസ് തന്ത്രപരമായി നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി സ്വദേശി അത്താണിപ്പറമ്പിൽ ഹമീദ് AM ആണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ ശേഷം ഇയാൾ ഖത്തറിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ചാലിശ്ശേരി പോലീസിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്കൊടുവിൽ നാട്ടിലെത്തിയ ഇയാളെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത്. SHO കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീലാൽ, ഇന്ദിര, രഞ്ജിത്ത്, ഷൈജു, അബ്ദുൾ കരീം എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിൽ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളിനു നേരെ +1 വിദ്യാർത്ഥി വധഭീഷണി നടത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങളിൽ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. 1800-ലധികം വീടുകൾക്കായുള്ള ടാർഗറ്റാണ് കേന്ദ്രം തൃത്താല ബ്ലോക്കിന് നൽകിയിട്ടുള്ളത്. എന്നാൽ 350 പേരെ പരിഗണിച്ച് ബാക്കിയുള്ള അപേക്ഷകരെ തള്ളിക്കളയാനുള്ള ഗൂഢാലോചനയാണ് തൃത്താല ബ്ലോക്ക് ഭരണസമിതിയും മന്ത്രിയും നടത്തുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആരോപിച്ചു. 350 പേർക്ക് ഒന്നാം ഗഡു വിതരണം ചെയ്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും 160 പേർക്ക് മാത്രമാണ് നാളിതുവരെ തുക ലഭിച്ചിട്ടുള്ളത്. കേന്ദ്രം നൽകിയ ടാർഗറ്റ് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ അപേക്ഷ ഉടൻ സ്വീകരിക്കാനും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് മനോജ്, V. രാമൻകുട്ടി, K. നാരായണൻകുട്ടി, KC കുഞ്ഞൻ, രാജൻ NP, VB മുരളീധരൻ, കൃഷ്ണദാസ് ഭാഗവ, സുന്ദരൻ പരുതൂർ, രതീഷ് E, ചന്ദ്രൻ KP, സുരേഷ് P, വിഷ്ണു OV എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടി പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ കമ്മീഷൻ നേരിട്ട് ഇടപെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്കൂൾ സന്ദർശിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഒരു ഷോർട്ട് ടേം പ്ലാനും പിന്നെ ഒരു ലോങ് ടേം പ്ലാനുമായിട്ട് എല്ലാ തരത്തിലും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള DD അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. CCTV ന്യൂസ് തൃത്താല. പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ PMAY തൃത്താല ബ്ലോക്ക് ഭരണസമിതി അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് BJP തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 1800-ലധികം വീടുകൾക്കായുള്ള ടാർഗറ്റാണ് കേന്ദ്രം തൃത്താല ബ്ലോക്കിന് നൽകിയിട്ടുള്ളത്. എന്നാൽ 350 പേരെ പരിഗണിച്ച് ബാക്കിയുള്ള അപേക്ഷകരെ തള്ളിക്കളയാനുള്ള ഗൂഢാലോചനയാണ് തൃത്താല ബ്ലോക്ക് ഭരണസമിതിയും മന്ത്രിയും നടത്തുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആരോപിച്ചു. 350 പേർക്ക് ഒന്നാം ഗഡു വിതരണം ചെയ്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും 160 പേർക്ക് മാത്രമാണ് നാളിതുവരെ തുക ലഭിച്ചിട്ടുള്ളത്. കേന്ദ്രം നൽകിയ ടാർഗറ്റ് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കാനും ആവശ്യമെങ്കിൽ പുതിയ അപേക്ഷ ഉടൻ സ്വീകരിക്കാനും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് മനോജ്, V. രാമൻകുട്ടി, K. നാരായണൻകുട്ടി, KC കുഞ്ഞൻ, രാജൻ NP, VB മുരളീധരൻ, കൃഷ്ണദാസ് ഭാഗവ, സുന്ദരൻ പരുതൂർ, രതീഷ് E, ചന്ദ്രൻ KP, സുരേഷ് P, വിഷ്ണു OV എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല ബ്ലോക്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് 1832 വീടുകളാണ് നിലവിൽ കേന്ദ്ര ഗവൺമെന്റ് ടാർഗറ്റ് നൽകിയിട്ടുള്ളത്. 1832 വീടുകൾ. ഞങ്ങളിവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ അത് കൃത്യമായിട്ടുള്ള വ്യക്തതയോട് കൂടിയിട്ട് വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. 1832 വീടുകൾ പാസ്സായിട്ടുള്ള ഈ തൃത്താല ബ്ലോക്കിനുള്ളിൽ അങ്ങനെ ഒരു ടാർഗറ്റ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച് എല്ലാ പഞ്ചായത്തിലും എത്ര വീടുകളാണ് ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് പഞ്ചായത്തുകൾക്ക് ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 1832 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്
ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ 1832 വീടുകൾക്ക് അനുമതി തന്നിട്ടുള്ള ഈ തൃത്താല ബ്ലോക്കിനുള്ളിൽ നിലവിലെ സാഹചര്യം തൃത്താല പൈതൽ ജാറം ആണ്ട് നേർച്ചയ്ക്ക് തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. തൃത്താല പൈതൽ ജാറം ആണ്ട് നേർച്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. കാലത്ത് 6 മണിക്ക് മൗലിദ് പാരായണം, 7 മണിക്ക് കൂട്ട സിയാറത്ത്, തുടർന്ന് ഖുറാൻ പാരായണം എന്നിവ നടന്നു. ശേഷം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഭക്ഷണ വിതരണം ഉണ്ടായി. ഉച്ചയ്ക്ക് 1:30 മഹൽ പ്രസിഡന്റ് വി മുഹമ്മദ്, ജനറൽ സെക്രട്ടറി ഷക്കീർ, മഹൽ ഖത്തീബ് അബ്ബാസ് ദാരിമി എന്നിവരുടെ നേതൃത്വത്തിൽ ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. രാത്രി 9:30 നടക്കുന്ന ഖത്തം ദുആയോടെ ആണ്ട് നേർച്ച സമാപിച്ചു. ഈ വർഷത്തെ നേർച്ച പൂർവാധികം ആഘോഷങ്ങളോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച മൗലൂദ് പാരായണം, കൂട്ട സിയാറത്ത്, ഖുർആൻ പാരായണം, അതോടൊപ്പം രാവിലെ 9 മണിക്ക് തുടങ്ങിയ ഭക്ഷണ വിതരണം, ശേഷം 1:30 ജാറമംഗലത്തിൽ കൊടികയറ്റം നടന്നിരിക്കുകയാണ്. ഇനി തുടർന്നും പള്ളി അങ്കണത്തിൽ ഖബർസ്ഥാനോട് ചേർന്ന് ഖുർആൻ പാരായണം രാത്രി 9:30 വരെ ഉണ്ടായിരിക്കുന്നതും ഖത്തം ദുആയോട് കൂടെ അവസാനിക്കുന്നതുമായിരിക്കും. മലപ്പുറത്ത് ആന കിണറ്റിൽ വീണു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലാണ് സംഭവം. ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞോടി പൊട്ടക്കിണറ്റിൽ വീഴുകയായിരുന്നു. കുന്നപ്പള്ളി ഉണ്ണിയന്തിരം കാവിലെ ഉത്സവത്തിനിടെയാണ് സംഭവം. ഇടഞ്ഞോടിയ ആന പ്രദേശത്തെ പൊട്ടക്കിണറ്റിൽ വീഴുകയായിരുന്നു. കിണറിന് അധികം ആഴമുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ JCB എത്തിച്ച് ആനയെ കരയ്ക്ക് കയറ്റി. ഓങ്ങല്ലൂർ വാടാനംകുറിശി സുബ്രഹ്മണ്യ കോവിലിൽ തൈപ്പൂയം ആഘോഷിച്ചു. തേർ സംഗമവും ഉണ്ടായിരുന്നു. വാടാനംകുറിശി സുബ്രഹ്മണ്യ കോവിലിൽ തേയ്പ്പൂയ മഹോത്സവം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. 8ഓളം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തേർ സംഗമവും ഉണ്ടായിരുന്നു. വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ ഉണ്ടായി. വൈകിട്ട് ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ കോവിലിലേക്ക് പുറപ്പെട്ടു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തേർ സംഗമവും നടന്നു. വല്ലപ്പുഴ പഞ്ചായത്തിൽ 2ാം വിള നെല്ല് സംഭരണം ആരംഭിച്ചു. പഞ്ചായത്തിലെ 10 പാടശേഖരങ്ങളിലായി ഇത്തവണ 300 ഹെക്ടറോളം സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 2ാം വിള നെല്ല് സംഭരണം ആരംഭിച്ചു. കൃഷിഭവന്റെ പരിധിയിലുള്ള 10 പാടശേഖരങ്ങളിൽ നിന്നുമായി 300 ഹെക്ടർ സ്ഥലത്താണ് 600ഓളം കർഷകരുടെ നെല്ല് സംഭരിക്കുന്നത്. ഉമ, പൊന്മണി തുടങ്ങിയ വിത്തുകളാണ് ഇത്തവണ കർഷകർ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഞാളച്ചിറ പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ നെല്ല് സംഭരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാവർക്കും കൃത്യമായി അനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന കർഷകരും അതുപോലെ തന്നെ അതിനുവേണ്ട എല്ലാവിധ പിന്തുണയും നൽകുന്ന കൃഷി ഉദ്യോഗസ്ഥരും ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ വ്യത്യസ്തമായ കാലാവസ്ഥാ പ്രതിസന്ധികളും അതുപോലെ തന്നെ കാട്ടുപന്നി പോലുള്ള വന്യമൃഗങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ, കൃഷി നമ്മൾ ചെയ്യാണ്ടിരിക്കലല്ല, അതിനെ പരിഹാരം കണ്ടെത്തലാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ വിവിധ തരത്തിലുള്ള പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്തു പോയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് നെൽകൃഷിക്ക് നമ്മൾ പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി വിത്തും അതുപോലെ തന്നെ അതിനാവശ്യമായ കുമ്മായം ആവശ്യമാണ് എന്നുള്ള കർഷകർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ട ഫണ്ടും, അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മുടെ കൂട്ടുകൂലി പോലുള്ള സംവിധാനങ്ങൾ വരെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ബ്ലോക്ക് ജില്ലയുടെയൊക്കെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കർഷകരെ എങ്ങനെയൊക്കെ പിന്തുണക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എടുത്തു പോരുന്ന നിലപാട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോ റഹീം മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തരിശായി വാർഡ് മെമ്പർ റഹീം അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കൃഷി ഓഫീസർ UV ദീപ, പാടശേഖര സമിതി സെക്രട്ടറിമാരായ അബ്ബാസ്, മുഹമ്മദ് അലി, വിജയകുമാർ, പ്രഭാകരൻ നായർ, മറ്റു കർഷകരും പങ്കെടുത്ത് സംസാരിച്ചു. ചക്ര കസേരയിൽ 42 വർഷമായി യാത്ര ചെയ്യുന്ന വാസുണ്ണി പട്ടാഴിയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ ഞാൻ അങ്ങോട്ട് വരാം പുസ്തകം പ്രകാശനം ചെയ്തു.
ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ ജയരാജാണ് പുസ്തകം എഴുതിയത്. വിധിയെ പഴിച്ച് വീൽചെയറിൽ കാലം തള്ളി നീക്കാതെ പ്രതിസന്ധിയെ അതിജീവിച്ചും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയി മറ്റുള്ളവർക്ക് പ്രചോദനമായ വ്യക്തിയാണ് വാസുണ്ണി. സ്വന്തം തളർച്ച വകവയ്ക്കാതെ വിധി തളർത്തിയവർക്കെല്ലാം സഹോദരനെപ്പോലെ തണലാവുകയാണ് ഈ 61കാരൻ. 1983 ബംഗളൂരുവിലെ വാഹനാപകടത്തിലാണ് തിരുവേഗപ്പുറ പട്ടാഴി കോമത്ത് രാമൻ നായർ പാറുക്കുട്ടിയമ്മ ദമ്പതികളുടെ 6 മക്കളിൽ 4ാമനായ വാസുദേവന്റെ ജീവിതം മാറിമറിയുന്നത്. 19-ാം വയസ്സിൽ പട്ടാളത്തിൽ ചേരാനുള്ള മോഹവുമായാണ് ബംഗളൂരുവിലെത്തിയത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചുകിട്ടി. പക്ഷേ നട്ടെല്ലിന് ക്ഷതമേറ്റ് അരയ്ക്ക് താഴെ തളർന്നു. തുടർന്ന് വർഷങ്ങൾ ചികിത്സിച്ചെങ്കിലും ബലമുണ്ടായില്ല. 26-ാം വയസ്സിൽ ഒരു വൃക്കയും എടുത്തു മാറ്റിയതോടെ ജീവിതം കിടക്കയിലായി. 2 പതിറ്റാണ്ടുകാലം വീട്ടിലെ മുറികളിൽ ജീവിതം തള്ളി നീക്കിയെങ്കിലും ഒടുവിൽ വിധിയെ മറികടക്കാനുള്ള ശ്രമത്തിലായി. അരയ്ക്ക് താഴെ തളർന്ന മലപ്പുറം സ്വദേശി തോരപ്പ മുസ്തഫ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു കാറ് ഡിസൈൻ ചെയ്ത വാർത്ത പത്രത്തിൽ കണ്ടു. മുസ്തഫയെ കൊണ്ട് കൈകൊണ്ട് ഓടിക്കുന്ന വാഹനം തനിക്കും തരപ്പെടുത്തി. തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിനു സമീപം സ്പെയർ പാർട്സ് കടയും ആരംഭിച്ചു. ചെറിയ വരുമാനം കിട്ടിയതോടെ പഴയ കാർ മാറ്റി പുതിയത് വാങ്ങി. പിന്നീട് 15 വർഷത്തെ കാലാവധി കഴിഞ്ഞ സമയത്താണ് 2020 പരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റൊരു കാറ് നൽകി വാസുണ്ണിയെ ചേർത്തുപിടിച്ചത്. പിന്നീട് സാന്ത്വന പ്രവർത്തനങ്ങളിലും സജീവമായി. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സെക്രട്ടറി, സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തനം വിപുലമാക്കി. വീൽചെയറിൽ കഴിയുന്നവരുടെ ക്ഷേമത്തിനായി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന സംഘടന രൂപവൽക്കരിച്ചു. 2017 ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ 2 ബ്ലോക്ക് നീക്കി. സമാന രീതിയിൽ 2022 ഉണ്ടായി. മരുന്നിന്റെ സഹായത്തോടെ മുന്നോട്ടു പോകുമ്പോഴും തളരാത്ത മനസ്സുമായി മുന്നോട്ടു കുതിക്കുകയാണ് വാസുണ്ണിയുടെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ വേഗത. ഇതിന്റെ അംഗീകാരം കൂടിയാണ് സഹയാത്രയുടെ പുതിയ കെട്ടിടം. ഞായറാഴ്ച മന്ത്രി MB രാജേഷ് ഷീബ അമീറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരനായ ചാലിശ്ശേരി സ്വദേശി ഡോക്ടർ ജയരാജ് 110 പേജുള്ള പുസ്തകം 4 മാസമെടുത്താണ് പൂർത്തീകരിച്ചത്. അസിസ്റ്റന്റ് കാർപ്പന്റർമാർക്കായി പട്ടാമ്പിയിൽ പഠന ക്ലാസും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്കില്ലിന്റെയും ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് സ്കിൽ കൗൺസിലും കാർപ്പൻട്രി വർക്ക്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് പട്ടാമ്പിയിൽ ഏകദിന ശില്പശാലയും പഠന ക്ലാസും നടത്തിയത്. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് റൂമിൽ ചേർന്നു പരിപാടി. സംസ്ഥാന കോർഡിനേറ്റർ പ്രശാന്ത്, ഷാജി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. KWSA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് MN ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി CA മണികണ്ഠൻ, O പരമേശ്വരൻ, K ശശി, സ്വാമി ചന്ദ്രൻ, അയ്യപ്പൻ തുടങ്ങിയവർ പഠന ക്ലാസ് നിയന്ത്രിച്ചു. നിരവധി പേർ പഠന ക്ലാസ്സിലും പരിശീലന പരിപാടിയിലും പങ്കെടുത്തു. നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾ അപ്പോഴാണ് നമുക്ക് ആത്മനിർഭരതയിലേക്ക് പോകുന്നത്. എന്താ ആത്മനിർഭരത? ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. പറയാൻ പറ്റുമോ? സ്വയം പര്യാപ്തത. സ്വയം പര്യാപ്തമാണ് നമ്മൾ. 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സ്വയം പര്യാപ്തമാണ്. അപ്പൊ അത് തന്നെയാണ്, അതാണ് ഇപ്പൊ മുദ്രാവാക്യം. നമ്മുടെ സ്കില്ലില് നമ്മുടെ സ്കിൽ പഠിക്കുക, കേപ്പബിൾ ആവുക, നമ്മൾ സ്വയം പര്യാപ്തമാണ്. 25 വയസ്സ് കഴിയുന്ന ഓരോരുത്തരും സ്വയം പര്യാപ്തമാവണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യം നേരെ പഠിക്കണം, നന്നായിട്ട് പഠിക്കും, കേപ്പബിൾ ആവണം. അത് തന്നെയാണ് രാജ്യങ്ങളിലേക്ക് നമ്മൾ മറ്റു രാജ്യത്തിനോട് കമ്പറ്റ് ചെയ്യാൻ മത്സരിക്കാനായാൽ മാത്രമേ നമുക്ക് ആത്മനിർഭരമാകാൻ പറ്റുള്ളൂ, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ പെരിങ്ങോട് NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും വട്ടപ്പറമ്പ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഔപചാരിക ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് KV കുട്ടിനാരായണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ, താലൂക്ക് സെക്രട്ടറി KB ജയചന്ദ്രൻ, മെമ്പർമാരായ PT രാജഗോപാലൻ, രാംദാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി. കരയോഗം സെക്രട്ടറി KV ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കരയോഗ നിർമ്മാണത്തിൽ സജീവമായി പ്രവർത്തിച്ച ഭരണസമിതി അംഗം ശശീന്ദ്രൻ കാഞ്ഞുള്ളിയെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് കുട്ടിനാരായണൻ, വൈസ് പ്രസിഡന്റ് ഷഡാനന്ദൻ നായർ, സെക്രട്ടറി KV ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ, ട്രഷറർ N ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങിയ 15-അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്വാഗതവും ഷഡാനന്ദൻ നായർ നന്ദിയും പറഞ്ഞു. വല്ലപ്പുഴയിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA MA കരീം പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിലാണ്
യത്തിങ്കാന ഓട്ടോത്തിൽ വെച്ച് ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായാണ് പഠന ക്ലാസ് ഒരുക്കിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ലഭിച്ച ഈ അവസരം, തന്ന ഈ അവസരം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് ഉപരി അതിനോടനുബന്ധിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവരെയും ആ കാര്യത്തിൽ നമ്മോടൊപ്പം നിർത്തി ഇസ്ലാമിൻ്റെ സന്തതികളാക്കി വളർത്തിയെടുക്കുവാൻ നമുക്ക് ഇതിലൂടെ പ്രചോദനം ലഭിക്കണം. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് നമ്മുടെ ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തതാണ്. ശരീരം സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും യാത്ര കൊണ്ടും നമുക്ക് അനുവദനീയമാണെങ്കിൽ നമ്മൾ ഹജ്ജ് ചെയ്യൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബന്ധമാണ്. ഇന്ന് റബ്ബ് നമുക്ക് അതിനുള്ള അനുഗ്രഹം തന്നിട്ടുണ്ട്. പണ്ട് സമ്പത്ത് കൊണ്ട് പ്രയാസപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു നമ്മൾ അന്ന് നമുക്ക് ഹജ്ജിന് പോവുക എന്നത് വളരെ പ്രയാസകരമായിരുന്നു. സാമ്പത്തിക ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ പലർക്കും ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയാതെ നിരാശപ്പെട്ട് മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MT അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. MK മാനു മുസ്ലിയാർ, സൈദലവി ദാരിമി, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാമ്പടം, അഡ്വക്കേറ്റ് AA ജമാൽ, PK ആറ്റക്കോയ തങ്ങൾ, MT കുഞ്ഞു മുഹമ്മദ്, കളത്തിൽ കബീർ, K സദക്കത്തുള്ള, സെയ്ദ് കോടനാട്, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, CK സിദ്ദീഖ്, ഹുസൈൻ, സിദ്ദീഖ് റഹീമി, മൻസൂർ സലഫി, ഹസീബ്, അലി ആലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുഹമ്മദ് അലി ഫൈസി മോളൂർ, T അഹമ്മദ് എന്നിവർ നൽകി. നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നിരവധി പേർ ഹജ്ജ് പഠന ക്ലാസ്സിൽ പങ്കെടുത്തു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.